നമുക്ക് PYQs ചെയ്തിട്ട് ഇനി നമ്മുടെ 15th ഫിനാൻസ് കമ്മീഷന്റെ 1-2 റെക്കമെൻഡേഷൻസും കാര്യങ്ങളും കൂടി നോക്കാം. പ്രിലിമിനറിക്ക് സാധ്യത കുറവാ, പക്ഷെ മെയിൻസിലെ ആൻസറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ദി സ്റ്റേറ്റ്സ് ആൻഡ് സെന്റർ ഷുഡ് സ്റ്റിക്ക് ടു ദി ഡെറ്റ് ലെവൽസ് റെക്കമെൻഡഡ് ബൈ ദി FRBM ആക്ട് ഓർ FRBM റിവ്യൂ കമ്മിറ്റി. എന്തായിരുന്നു ഡെറ്റ് ലെവൽസ് FRBM റിവ്യൂ കമ്മിറ്റി സജസ്റ്റ് ചെയ്തത്? 60% ഓഫ് GDP ആയിട്ട് കുറയ്ക്കണം. 40% GDP സെന്ററിനും 20% GDP ഓൾ ദി സ്റ്റേറ്റ്സ് കമ്പൈൻഡ് അല്ലെ. സെക്കൻഡ് വൺ, ഫുൾ ഡിസ്ക്ലോഷേഴ്സ് ആൻഡ് എലിമിനേഷൻ ഓഫ് എക്സ്ട്രാ ബഡ്ജറ്ററി ബോയിങ് പഠിപ്പിച്ചു. എന്ത് എക്സ്ട്രാ ബഡ്ജറ്ററി ബോയിങ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് കമ്പനീസിന് ബഡ്ജറ്റിൽ നിന്ന് പൈസ കൊടുക്കാതെ അവരോട് കടമെടുക്കാൻ പറയുന്ന പരിപാടി. കടമെടുക്കാൻ പറഞ്ഞാൽ അത് ഏത് വർഷത്തെ ബഡ്ജറ്റിൽ വരില്ല? ഈ വർഷത്തെ ബഡ്ജറ്റിൽ വരില്ല, പക്ഷെ അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ നിന്ന് ആ കാശ് എടുത്തു കൊടുക്കേണ്ടി വരും. ഇപ്പൊ ബഡ്ജറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ ബഡ്ജറ്ററി ബോറോയിങ്. സോ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡഡ് ദി എലിമിനേഷൻ ഓഫ് എക്സ്ട്രാ ബഡ്ജറ്ററി ബോറോയിങ്. തേർഡ് വൺ, എക്സ്പെർട്ട് പാനൽ ടു റെക്കമെൻഡ് ഫ്രെയിംവർക്ക് ഫോർ സൗണ്ട് പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം. അതിനൊരു എക്സാമ്പിൾ വന്നു, ഓട്ടോണമസ് ഫിസ്ക്കൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യണമെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? FRBM റിവ്യൂ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ആര് പറയുന്നത്? 15th ഫിനാൻസ് കമ്മീഷൻ പറയുന്നത്. കാരണം ഓട്ടോണമസ് ഫിസ്ക്കൽ കൗൺസിലിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്ന് ഓർത്തെടുത്ത്. ഓട്ടോണമസ് ഫിസ്ക്കൽ കൗൺസിലാണ് ഗവൺമെന്റിന്റെ ഗ്രോത്ത് ട്രജക്ടറീസ് മൾട്ടി ഇയേഴ്സിലേക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെ സെക്ടേഴ്സിന് ഇംപ്രൂവ്മെന്റ് വേണം, എന്തൊക്കെ തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാം. ഈ ഗവൺമെന്റ് ഈ ഡെറ്റ് കുറയ്ക്കുന്ന പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള ചില കണ്ടീഷൻസും ഓട്ടോണമസ് ഫിസ്ക്കൽ കൗൺസിൽ പറഞ്ഞിരുന്നു അല്ലെ. വാറ്, നാഷണൽ കലാമിറ്റി, സ്ട്രക്ചറൽ റിഫോംസ്, സ്ലോ ഡൗൺ ഇൻ എക്കണോമി. അത്തരം സമയത്ത് ഗവൺമെന്റിന് തോന്നിയ ഡിസിഷൻ എടുക്കുന്നതിന് പകരം റേഷണൽ ആയിട്ട് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് AFC അല്ലെങ്കിൽ ഓട്ടോണമസ് ഫിസ്ക്കൽ കൗൺസിൽ. കറക്റ്റ് അല്ലേ? അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യണമെന്നാണ് 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, റെക്കമെൻഡേഷൻ ബ്രോഡനിങ് ദി ടാക്സ് ബേസ്. ടാക്സ് ബേസ് ബ്രോഡൻ ചെയ്യാന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടുക. അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കൂ കേട്ടോ. ഇന്ത്യയിലെ ഏകദേശം ഒരു 130 കോടി ജനങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരുടെ എണ്ണം 8 കോടിയിൽ താഴെയാണ്. 130 കോടിയിൽ 8 കോടി താഴെ ജനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ എന്തടയ്ക്കുന്നുള്ളൂ? ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അപ്പൊ ഒബ്വിയസ്ലി എന്തായിരിക്കും? ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ വളരെ കുറവായിരിക്കും. ഗവൺമെന്റിന് വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യാൻ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പൈസ ഇല്ലെങ്കിൽ ഗവൺമെന്റ് അത് എന്ത് ചെയ്യാണ്? ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റി കണ്ടിരുന്നു അല്ലെ. ഗവൺമെന്റ് കടമെടുക്കും. അപ്പൊ ഗവൺമെന്റിന് കടമെടുക്കണമെങ്കിൽ കൂടുതൽ ആളുകൾ, നമുക്കറിയാം ഇപ്പൊ 3 ലക്ഷത്തിന് മുകളിൽ പുതിയ ടാക്സ് ലാബ് പ്രകാരം 3 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ആളുകളൊക്കെ ടാക്സ് അടയ്ക്കണം അല്ലെ. 3 ലക്ഷം എന്ന് പറയുമ്പോ മാസ വരുമാനം എത്രയായിരിക്കും? 3 ലക്ഷം 12 മാസം ഉണ്ട്, വിട്ടേക്ക്. നിങ്ങളൊരു 10 മാസമാണ് ഒരു വർഷമുള്ള എന്ന് വിചാരിക്കും. 30,000 രൂപ. നിങ്ങളുടെ വീട്ടിലെ ഭൂരിഭാഗം എല്ലാവർക്കും പേരൻസിന് 30,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം ഉള്ളവരായിരിക്കും. എത്ര പേര് ടാക്സ് അടയ്ക്കുന്നുണ്ട്? നമുക്കറിയാം കാര്യമായിട്ട് ആരും അടയ്ക്കുന്നില്ലെന്ന്. കറക്റ്റ് അല്ലേ? ഗവൺമെന്റിലേക്ക് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ടാക്സ് ഉണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല. ഇപ്പൊ കൂടുതൽ ആളുകൾ ടാക്സ് അടയ്ക്കണം എന്നതാണ് ഗവൺമെന്റിന്റെ ഒരു ഇന്റൻഷൻ. കൂടുതൽ ആളുകൾ ടാക്സ് അടയ്ക്കണം എന്ന പോയിന്റ് ആണ് എന്ത്? ബ്രോഡനിങ് ടാക്സ് ബേസ്. സെക്കൻഡ് വൺ, സ്ട്രീം ലൈനിങ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻകം ഉള്ള ആളുകളും എത്ര ശതമാനം ടാക്സ് ആണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്, ആ റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ടാക്സ് റേറ്റ് എന്ന് പറയുക. ഇപ്പൊ ടാക്സ് റേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം. എന്താ കാരണം? വരുമാനം കുറവുള്ള ആളുകളാണോ ഗവൺമെന്റിലേക്ക് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടത്? വരുമാനം കൂടുതലുള്ള ആളുകളാണോ? കൂടുതൽ അല്ലെ. ഇപ്പൊ കൂടുതൽ വരുമാനമുള്ള ആളുകളിലേക്ക് പോകുമ്പോൾ ടാക്സ് റേറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. വരുമാനം കുറവുള്ള ആളുകളിലേക്ക് വരുമ്പോഴോ ടാക്സ് റേറ്റ് കുറയ്ക്കണം. ആ ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാം? സ്ട്രീം ലൈനിങ് ടാക്സ് റേറ്റ്. ഇതൊക്കെ എക്കണോമിക് വേർഡ്സ് ആണ് കേട്ടോ, എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻക്രീസിങ് കപ്പാസിറ്റി ആൻഡ് എക്സ്പെർട്ടൈസ് ഓഫ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓൾ ടയേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് പല ടാക്സുകൾ മാറ്റി GST എന്ന് പറയുന്ന ഒരു ടാക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻകം ടാക്സിലും ഗവൺമെന്റ് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് റീസെന്റ് ഡേയ്സിൽ കൊണ്ടുവന്നു. ഡിജിറ്റലൈസ്ഡ് ആക്കി. ഏത്? ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്, ഇൻകം ടാക്സ് റിട്ടേൺ തരുന്നത്. ഇനി ഡിജിറ്റൽ ഫേസ്ലെസ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്.
പണ്ട് കാലത്താണെങ്കിൽ കൊച്ചി ജൂറിസ്ഡിക്ഷനിൽ ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊച്ചിയിലുള്ള ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് എന്ത് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ടാക്സ് ഒഫീഷ്യൽസ് ടാക്സ് അടയ്ക്കുന്ന ആളുകളിൽ നിന്ന് കൈക്കൂലി മേടിക്കാനും ഹരാസ് ചെയ്യാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി കൊച്ചിയിലുള്ള ഒരു ടാക്സ് പെയർ ആണെങ്കിൽ അയാളെ റാൻഡമായി വേറൊരു ജൂറിസ്ഡിക്ഷനിലുള്ള ടാക്സ് കമ്മീഷണർക്ക് റാൻഡമായി അലൊക്കേറ്റ് ചെയ്യും. അതാണ് ഇപ്പൊ റീസെന്റ് ഡേയ്സിൽ ചെയ്യുന്നത്. അപ്പോ ടാക്സ് പെയറും ഇൻകം ടാക്സ് കമ്മീഷണറും തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവുമോ? അവിടെ ഒബ്വിയസ്ലി ഉണ്ടാവില്ല. ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഫേസ്ലെസ് ഇൻകം ടാക്സ് അസസ്മെന്റ് എന്ന് പറയും. ഇത്തരത്തിലുള്ള ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ ടാക്സേഷനിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്തത് GSTയുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് നമ്മൾ അഡ്രസ് ചെയ്യണം. GST വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു റവന്യൂ GSTയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിലെ പ്രധാന കാരണം GST ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവൺമെന്റിനും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, GST അടയ്ക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. GST എന്താണ്, എങ്ങനെയാണ് അതിനെ ഫയൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആളുകളുടെ ഇടയിലുള്ള അവയർനെസ് വളരെ വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ ഈ GST കൊണ്ടുവരുന്നതിനേക്കാളും മുന്നേ എന്ത് ചെയ്യണമായിരുന്നു, എന്താണ് GST, അതെങ്ങനെയാണ് ഫയൽ ചെയ്യുക, എങ്ങനെയാണ് അതിന് റിട്ടേൺ കിട്ടുക എന്ന് ആദ്യം ജനങ്ങളിലേക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അതിൽ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് ആവശ്യത്തിന് അവയർനെസ് കൊടുത്തിട്ട് വേണം GST എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആദ്യം GST ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം കംപ്ലീറ്റ് മാറ്റി പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. ആർക്കും അറിയില്ലല്ലോ പുതിയ സിസ്റ്റം. ഒബ്വിയസ്ലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഉദ്ദേശിച്ചൊരു റവന്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇത്തരത്തിൽ GSTയിൽ ഉണ്ടാവുന്ന ചാലഞ്ചസ് അഡ്രസ് ചെയ്യണമെന്ന് 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഇനി നമ്മൾ TOR എന്ന് പറഞ്ഞ ഒരു കാര്യം കണ്ടില്ല, ടേംസ് ഓഫ് റെഫറൻസ്. ഫിനാൻസ് കമ്മീഷൻ എന്തെല്ലാം റിപ്പോർട്ടുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതാണ് എന്ത്, ടേംസ് ഓഫ് റെഫറൻസ്. ഇപ്പൊ 15th ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്തപ്പോ പ്രസിഡന്റ് 15th ഫിനാൻസ് കമ്മീഷനോട് പറഞ്ഞ ഒരു ടേം ഓഫ് റെഫറൻസ് ആണ് നമ്മുടെ ഡിഫൻസിന് വേണ്ടി നോൺ ലാപ്സബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്താണ് ഈ നോൺ ലാപ്സബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര വർഷത്തേക്കാ? ഒരു വർഷത്തേക്ക്. ഇപ്പൊ ബഡ്ജറ്റിൽ നമ്മൾ ഒരുപാട് സ്കീമുകൾ പറയും. ഫോർ എക്സാമ്പിൾ ഡിഫൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യക്ക് കുറച്ച് സ്കീമുകൾ ഉണ്ടാവും. നമ്മൾ ആ വർഷം ആ പൈസ ചിലവഴിച്ചില്ല എന്ന് വിചാരിക്കുക, നമ്മളത് എക്സ്പെൻഡിച്ചർ നടത്തിയില്ലെങ്കിൽ ആ കാശൊക്കെ തിരിച്ച് എന്തിലേക്ക് പോകും, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് പോകും. ഇതുകൊണ്ടാണ് നമ്മൾ മാർച്ച് റഷ് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ മിക്കവാറും റോഡ് നന്നാക്കല്, കുളം നന്നാക്കല് പരിപാടികളൊക്കെ നടക്കുക ഫെബ്രുവരി മാർച്ചിലായിരിക്കും. എന്തായിരിക്കും കാരണം? മാർച്ച് 31 കൂടി ആ ഫൈനാൻഷ്യൽ ഇയർ കഴിയും. അപ്പൊ ഓൾറെഡി സാങ്ഷൻ ചെയ്ത ഫണ്ട് മാർച്ച് 31 ഉപയോഗിച്ചില്ലെങ്കിൽ അതൊക്കെ തിരിച്ച് എന്തിലേക്ക് പോകും, ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് പോകും. അപ്പൊ ഒരു വർഷം ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അവസാന സമയത്ത് ആ കാശൊക്കെ വെച്ച് കണ്ണി കണ്ടോണം ഉപയോഗിക്കും. കാരണം ബഡ്ജറ്റിലെ പൈസ എന്ന് പറയുന്നത് ലാപ്സബിൾ ആണ്. ലാപ്സബിൾ എന്ന് വെച്ചാൽ അതിന്റെ വാക്കിനർത്ഥം എന്താ, ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഫണ്ട് തിരിച്ച് എന്തിലേക്ക് പോകും, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് പോകും. ഇപ്പൊ ഡിഫൻസിന് ഓരോ വർഷം ഇങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷം അത് ലാപ്സബിൾ ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, പിറ്റത്തെ വർഷത്തേക്ക് ഡിഫൻസിന് കാര്യമായിട്ട് ബഡ്ജറ്റ് ഉണ്ടാവില്ല. ഇപ്പൊ നോൺ ലാപ്സബിൾ ആയി ഡിഫൻസിന് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് ഫോം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആ ഫണ്ടിന്റെ പേരാണ് വായിച്ച സെക്കൻഡ് ലൈൻ, രാഷ്ട്രീയ സുരക്ഷ നൈവേദ്യം കോഷ് എന്ന് പറയുന്ന ഒരു. ഇപ്പൊ ഗവൺമെന്റ് കൂടുതൽ ഹിന്ദി വാക്കുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നല്ല നല്ല ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാവും ഇതിന്. നമുക്ക് ഹിന്ദി ആയതുകൊണ്ട് അത് പറയാനും ഓർക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് എന്നാ. കിസാൻ സമ്മാൻ നിധി എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദി വേർഡ് ആയതുകൊണ്ട് നമുക്ക് ഓർക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അതേപോലെ UPSC പരീക്ഷ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുണ്ട് ഹിന്ദിയിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അല്ലെ, രണ്ട് ഭാഷയിലും ചോദ്യങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ മനസ്സിലാവാത്ത പല ചോദ്യങ്ങളും അതിന്റെ ഹിന്ദി വായിച്ചാൽ ഹിന്ദി അറിയാവുന്നവർക്ക് അത് കുറെയൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. ഹിന്ദി നല്ല
നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ പല ചോദ്യങ്ങൾ ഇംഗ്ലീഷ് വായിച്ച ഒരു അക്ഷരം മനസ്സിലാവില്ല, പക്ഷെ അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിന്റെ അത്രയ്ക്ക് എന്തായിരിക്കില്ല, ഡൈവേഴ്സ് ആവില്ല. ആ വേർഡുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻസ് ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഓപ്ഷൻസ് ക്രാക്ക് ചെയ്യാൻ കുറെ പേര് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അത്. ഹിന്ദി അറിയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിഫൻസ് സർവീസ് മോഡേണൈസ് ചെയ്യാൻ വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കാം. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടുകൾ ഉപയോഗിക്കാം. ഈ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എന്ന് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അസാം റൈഫിൾസ്, BSF, ITBP, അതേപോലെ SSB എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള പാരാമിലിറ്ററി ഫോഴ്സ്. പാരാമിലിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു മുഴുവനായിട്ട് എന്തല്ല, എയർഫോഴ്സ്, നേവി, അല്ലെങ്കിൽ എന്താ മൂന്നാമത്തെ, എയർഫോഴ്സ്, നേവി, മറ്റേനെന്താ പേരാ, കരസേനയുടെ ഇംഗ്ലീഷ് എന്താ, ആർമി. ഇതേപോലെയുള്ള ഇന്ത്യയൊന്നും പോലെയല്ല. ഇതെന്താണ്, ഒരു പോലീസ് ഫോഴ്സ് ആണ് ഇൻ ജനറൽ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ്. പിന്നെ CISF എന്ന് പറയുന്ന ഒരെണ്ണം കൂടിയുണ്ട്, പോർട്ട് എയർപോർട്ടിനൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്ന ആൾക്കാർ. അതിന്റെ എക്സാമ്പിൾ ഏതാ, നമ്മുടെ കങ്കണ റണൌട്ടിന് ഒരാൾ മോന്തയ്ക്ക് അടിച്ചില്ലേ, അവര് CISF ഉദ്യോഗസ്ഥയാണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇതിനെയാണ് ജനറലി CAPF എന്ന് പറയാം കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇത് ഏത് മോഡ്യൂളിൽ പഠിക്കും? മെയിൻസ് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചാപ്റ്റർ തീർന്നു. 2 PYQs ചെയ്യാം. വായിച്ചിട്ട് ആൻസർ പറ. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റും റവന്യൂ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞാൽ ബ്രേക്ക് തരാം. ബ്രേക്കിന് ശേഷം ടാക്സേഷൻ എടുക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ക്യാപിറ്റൽ ബഡ്ജറ്റ് ഓഫ് ദി ഗവൺമെന്റ്? ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്തുണ്ടാവാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ടാവാം, ക്യാപിറ്റൽ റവന്യൂ ഉണ്ടാവാം. 3 ഓപ്ഷനും വായിച്ച അതില് അസറ്റും ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഉള്ളതെന്ന് ഫിൽട്ടർ ചെയ്യുക. ദാറ്റ് ഈസ് അവർ ആൻസർ. വായിച്ചു നോക്ക്. എക്സ്പെൻഡിച്ചർ ഓൺ അക്യൂസിഷൻ ഓഫ് അസറ്റ് ലൈക്ക്, വാക്കിൽ തന്നെയുണ്ട് അസറ്റ് അല്ലെ. അസറ്റ് ഉണ്ടെങ്കിൽ അത് ഏത് തരം എക്സ്പെൻഡിച്ചറിനായിരിക്കും? എക്സാമ്പിള് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഭാഗമായിരിക്കും. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ എന്തുണ്ട്? 1 ഉണ്ട്, ഇതിൽ 1 ഉണ്ട്, ഇതിൽ 1 ഉണ്ട്. ലാസ്റ്റ് 1, 2 and 3 ആണ് കേട്ടോ. ഇതിലില്ലല്ലോ, എലിമിനേറ്റ് ചെയ്തു. അടുത്ത വായിക്ക്. ലോൺസ് റിസീവ്ഡ് ഫ്രം ഫോറിൻ ഗവൺമെന്റ്. ലോൺ റിസീവ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് ഏത് തരം റവന്യൂ ആണ്? ക്യാപിറ്റൽ റവന്യൂ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മുടെ ഉത്തരത്തില് 2 ഉണ്ട്, ഇതിൽ 2 ഇല്ല, വെട്ടിപ്പോയി. ഇതിൽ 2 ഇല്ല, വെട്ടിപ്പോയി. ഇതിൽ മാത്രമാണ്. മൂന്നാമത്തെയും കൂടി വായിക്കുക കേട്ടോ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻഡഡ് ടു ദി, ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് അർത്ഥമുള്ളൂ. ഗ്രാൻസ് എന്നാണ് കേട്ടോ മറ്റേ വാക്ക്. ലോൺസ് ഗിവൺ, ഇതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? ലോൺസ് ഗിവൺ ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. അതെന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അസറ്റ് ആണ്. കറക്റ്റ് അല്ലേ? അസറ്റ് ആണെങ്കിൽ അത് എന്തിന്, ഏത് അക്കൗണ്ടിന് എക്സാമ്പിളാ? ക്യാപിറ്റൽ. എളുപ്പല്ലേ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ? സോ ദി ആൻസർ ഈസ് D, 1, 2 and 3. നെക്സ്റ്റ് വൺ. ശ്രദ്ധിച്ചു വായിക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ. എക്കണോമിക്സ് കൃത്യമായിട്ട് പഠിച്ചു പോയ ഉത്തരങ്ങൾ വളരെ എളുപ്പമാണ്. ബാക്കി ചെയ്തിട്ട് ഏതാണ് ഓപ്ഷൻ എന്നൊന്ന് കണ്ടുപിടിച്ചു വെച്ചേ. There has been a persistent deficit budget every year. എല്ലാ വർഷവും ഗവൺമെന്റിന്റെ വരുമാനത്തിനൊക്കെ കൂടുതൽ ചെലവാണ്. അതല്ല ഇന്റർപ്രിട്ടേഷൻ. Which of the following action can be taken by the government to reduce the deficit? ഗവൺമെന്റിലെ വരുമാനത്തിന്റെ കുറവ് എങ്ങനെയാണ് ഗവൺമെന്റിന് കുറയ്ക്കാൻ പറ്റുക? ഇതിൽ എന്ത് എടുത്താലാണ് നിർബന്ധമായിട്ടും ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് കുറയാ? ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കും. റെഡ്യൂസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെ. എന്താണ്? ഡെഫിസിറ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് കുറച്ചാൽ മതി? ജനറലി എക്സ്പെൻഡിച്ചർ കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ റെഡ്യൂസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതിയാലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതിയാലും ഉത്തരം തന്നെയാണ്, ശരി തന്നെയാണ് അല്ലെ. നമ്മുടെ ആൻസറിൽ നിർബന്ധമായിട്ട് എന്തുണ്ട്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ധൈര്യമായിട്ട് എന്തിനെ എലിമിനേറ്റ് ചെയ്യാം? ബീനെ എലിമിനേറ്റ് ചെയ്യാം.
ഡി എന്താന്ന് എനിക്ക് ഓർമ്മയില്ല, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള. ഞാൻ വെറുതെ ഒരു രസത്തിന് 1, 2, 3 and 4 ഓൾ ഓഫ് ദി അബവ് എന്ന് ജസ്റ്റ് ഓപ്ഷൻ ഇടാണ് കേട്ടോ. രണ്ടാമത്തെ നിങ്ങൾ വായിച്ചു നോക്കിയേ, ഇൻട്രൊഡ്യൂസിങ് ന്യൂ വെൽഫെയർ സ്കീം. എന്താ സംഭവിക്കുക? വെൽഫെയർ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരു സ്കോളർഷിപ്പ് തരാം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് പെൻഷന് വേണ്ടി പുതിയൊരു സ്കീം കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്താ പറയാ പ്രഗ്നന്റ് മദേഴ്സിന് വേണ്ടി ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്നു, ചിൽഡ്രൻസിന് വേണ്ടി ഒരു ക്രഷ് പോലെയുള്ള ഫെസിലിറ്റി ചെയ്തു. ഇതിൽ എന്ത് ചെയ്താലും ഇതെന്താ കൈൻഡ് ഓഫ് ഏത് തരം എക്സ്പെൻഡിച്ചറാ? അതും കൂടി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. അസറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ വെൽഫെയർ സ്കീമിൽ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ കൂടുന്ന ഓപ്ഷനാണ് 2 എന്ന് പറയുന്നത്. ചോദ്യം എന്താ? ഡെഫിസിറ്റ് കുറയ്ക്കണമെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ എന്തുണ്ടാവില്ല? 2 ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണെങ്കിൽ ഇതിന് എന്താ വെട്ടി, അതിൽ 2 കിടക്കുന്നുണ്ട് അല്ലെ. മൂന്നാമത്തെ വായിച്ചേ, റേഷണലൈസിങ് സബ്സിഡീസ്. റേഷണലൈസിങ് സബ്സിഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, നമ്മുടെ ഡെഫിസിറ്റ് അഡ്രസ് ചെയ്യാനുള്ള 3 പോയിന്റ് ഞാൻ പറഞ്ഞതിലുണ്ടായിരുന്നു. ടാർഗറ്റഡ് സബ്സിഡി, ആവശ്യക്കാർക്ക് മാത്രം കൃത്യമായി സബ്സിഡി കൊടുക്കുക അല്ലെ. ആവശ്യക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നത് ലീക്ക് ഇല്ലാതെ ബെനഫിഷ്യറീസിലേക്ക് മാത്രം എത്തിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് റേഷണലൈസേഷൻ ഓഫ് സബ്സിഡി. കറക്റ്റ് അല്ലേ? ആവശ്യക്കാർക്ക് മാത്രം സബ്സിഡി കൊടുക്കുന്നതിനെയാണ് റേഷണലൈസേഷൻ ഓഫ് സബ്സിഡി എന്ന് വെച്ചാൽ അനാവശ്യമായ സബ്സിഡികൾ പിൻവലിക്കുക. അനാവശ്യമായ സബ്സിഡികൾ പിൻവലിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് എന്ത്? റേഷണലൈസേഷൻ ഓഫ് സബ്സിഡി. ഒരു സംശയമില്ല, ഉത്തരം ശരിയാണ് അല്ലെ. ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നാലാമത്തെ നോക്കിയേ, എക്സ്പാൻഡിങ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രി കൂടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് കൂടോ കുറയോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. ക്ലാരിറ്റി ഇല്ലാത്ത പോയിന്റ് അല്ലേ? ഫൈൻ. ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. ഇത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചിന്തിച്ചു പോവാണെങ്കിൽ ഏത് വഴിക്ക് ചിന്തിച്ചു പോവാം? ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് കൂടാം. കോർപ്പറേറ്റ് ടാക്സ് കൂടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റവന്യൂ കൂടാം. റവന്യൂ കൂടിക്കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കുറയാം. പക്ഷെ ഓൾറെഡി നാലാമത്തേത് തെറ്റാന്ന് അവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടില്ലേ? നാലാമത്തെ ഓപ്ഷൻ തെറ്റാന്ന് പ്രൂവ് ചെയ്ത്. മിക്കവാറും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളതാണെങ്കിൽ UPSC ഏതെങ്കിലും ഈ ടെക്നിക്കലി സോൾവ് ചെയ്ത് വരുമ്പോൾ ആ ഓപ്ഷൻ തെറ്റാന്ന് അവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 1ഉം 3ഉം മാത്രമായിട്ട് നമ്മുടെ ആൻസർ ചുരുങ്ങി. കറക്റ്റ് അല്ലേ? 3 ശരിയാന്ന് മനസ്സിലായി. ഇത് നമുക്ക് അറിയില്ല കേട്ടാ. 3 ശരിയാന്നറിയാം, 1 ശരിയാന്നറിയാം. അപ്പൊ ഇതും വെട്ടിപ്പോയില്ലേ? അവസാനം ഇത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ സോൾവ് ചെയ്യാൻ UPSC സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? 2 ചോദ്യങ്ങളും പഠിച്ചത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരു തവണയും കൂടി റിവിഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ചാപ്റ്റർ ഈസ് ഓവർ. ബ്രേക്ക് എടുക്കാം നമുക്ക്. ബ്രേക്കിന് ശേഷം നമുക്ക് ഫിസ്ക്കൽ പോളിസി ആൻഡ് ടാക്സേഷൻ ഡിസ്കസ് ചെയ്യാം. എളുപ്പല്ലേ എക്കണോമിക്സ്? ചോദിക്കുമോനെ? എന്തേലും കാര്യം ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ബാക്കിയുള്ളവര് ബ്രേക്ക് എടുത്തോ. ചോദിക്കുമോനെ? ലോക്കൽ ഗവൺമെന്റ്സിന് 2 തരത്തില്. ഒന്ന്, നമ്മളിപ്പോ LSG PRIs ഫോം ചെയ്തപ്പോൾ ഒരു നിയമം പാസ്സാക്കി. എന്താണ്? 73rd 74th അമെന്റ്മെന്റ് ആക്ട്. സെൻട്രൽ ലെവല് പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റേറ്റ് ലെവല് ഗവർണർ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യും. ആ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയ്യുന്നത് സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് എത്ര പൈസ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റിന്റെ പൈസയിൽ നിന്ന് ലോക്കൽ ഗവേണിംഗ് ബോഡിക്ക് എത്ര പൈസ കൊടുക്കുന്നത് ഡിസൈഡ് ചെയ്യും. പോയിന്റ് നമ്പർ 1. ഇനി ലോക്കൽ ഗവേണിംഗ് ബോഡീസിന് സെന്ററും പല ഗ്രാന്റുകൾ കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെന്റും പല ഗ്രാന്റുകൾ കൊടുക്കും. ലോക്കൽ ഗവേണിംഗ് ബോഡിയുടെ 90% ഫണ്ടും വരുന്നത് സെന്ററും സ്റ്റേറ്റും കൊടുക്കുന്ന ഗ്രാന്റിൽ നിന്നാണ്. ഇതിന് പുറമെ അവർക്ക് സ്വന്തമായി ചില റവന്യൂ ഉണ്ട്. പ്രോപ്പർട്ടി ടാക്സ്, നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന ടാക്സ് അല്ലെ, അത് നമ്മൾ പ്രൊഫഷണൽ ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, അങ്ങനെ ചില ലോക്കൽ ടാക്സുകൾ മുഖേന പൈസ ഫോം ചെയ്യാനും ആർക്ക് പറ്റും? LSGസിന് പറ്റും. ക്ലിയർ അല്ലേ? ഞാനപ്പോ പ്രത്യേകം എടുക്കാത്തത് അത് പോളിറ്റിയിൽ വരും. എന്ത്? ഇപ്പൊ നമ്മൾ സെൻട്രൽ ലെവല് ഫിനാൻസ് കമ്മീഷൻ ഉള്ള മാതിരി സ്റ്റേറ്റ് ലെവല് ഗവർണർ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യൂടാ.